കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സുഹൃത്തുക്കളായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭാഗവതം ദശമസ്കന്ധത്തില് 6-ാം അധ്യായത്തിൽ പൂതനാമോക്ഷമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂതന സുന്ദരിയുടെ രൂപത്തിൽ മാറിൽ വിഷം പുരട്ടി ഭഗവാനെ കൊല്ലുവാനായി ഗോകുലത്തിലെത്തുന്നു. ഭഗവാനെ മടിയിലെടുത്ത് വെച്ച് പാലൂട്ടുമ്പോൾ ഭഗവാൻ പാലിനോടൊപ്പം അവളുടെ പ്രാണനും കൂടി വലിച്ചെടുക്കുന്നു. അങ്ങനെ പൂതന മല പോലെ ചത്ത് മലക്കുന്നു. അവളുടെ അലർച്ചയും രാക്ഷസീയ രൂപം കൊണ്ട് ഗോപന്മാരും ഗോപികമാരുമെല്ലാം പേടിച്ചു. പൂതനയുടെ മാറത്ത് കിടന്ന കുഞ്ഞിനെ എടുത്തവര് ഭൂത പ്രേത പിശാചുക്കളുടെ ഉപദ്രവം ബാധിക്കാതിരിക്കാൻ കവച സ്തോത്ര മന്ത്രങ്ങൾ ചൊല്ലി ഭഗവാനെ ഒഴിഞ്ഞു. അതുവരെയാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ അതുവരെ യശോദ ഇതെല്ലാം കണ്ട് സ്തംഭിച്ചു നിൽക്കുകയാണ്. അങ്ങനെ കവച സ്തോത്രാദികൾ കൊണ്ട് ഭഗവാനെ ഒഴിഞ്ഞ ഗോപികമാർ അവരുടെ കയ്യിൽ നിന്ന് യശോദ കുഞ്ഞിനെ വാങ്ങുന്നു. എന്നിട്ട് കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നു, തട്ടി തലോടുന്നു. ഈ സമയത്താണ് കംസന് കപ്പം കൊടുക്കാനായിട്ട് മധുരയിൽ പോയിരുന്ന നന്ദഗോപർ തിരിച്ചു വരുന്നത്. വസുദേവൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, പെട്ടെന്ന് തന്നെ നന്ദനോട് ഗോകുലത്തിലെത്തണം, കാരണം പല ദുർനിമിത്തങ്ങളുമുണ്ട്. കംസന്റെ ഗൂഢാലോചനയൊന്നും പറഞ്ഞില്ല, ദുർനിമിത്തങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ തിരിച്ചെത്തിയ നന്ദൻ കാണുന്ന കാഴ്ച അത്ഭുതകരമായ കാഴ്ചയാണ്. മല പോലെ ചത്തുമലർന്നു കിടക്കുന്ന പൂതനയുടെ ശരീരം. അപ്പോൾ വസുദേവർ പറഞ്ഞ വാക്കിനെ നന്ദൻ ഓർമ്മിക്കുന്നു. പിന്നെ പൂതനയുടെ ശരീരം കോടാലി കൊണ്ട് പല കഷണങ്ങളാക്കി വെട്ടിനുറുക്കി ദൂരെ കൊണ്ടുപോയി കത്തിക്കുന്നു. അവർ വിചാരിച്ചു അതിൽ നിന്ന് ദുർഗന്ധം വമിക്കുമെന്ന്. പക്ഷെ അതിൽ നിന്നും സുഗന്ധമാണ് വമിച്ചത്. അപ്പൊ അതിന് കാരണം എന്ത് എന്നൊക്കെയുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ഷഷ്ഠോധ്യായഃ. ശ്ലോകം 30. ശ്രീശുക ഉവാച ഇതി പ്രണയബദ്ധാഭിർഗോപീഭിഃ കൃതരക്ഷണം പായയിത്വാ സ്തനം മാതാ സന്നിവേശയദാത്മജം. പദച്ഛേദം. ഇതി പ്രണയബദ്ധാഭിഃ ഗോപീഭിഃ കൃതരക്ഷണം പായയിത്വാ സ്തനം മാതാ സന്നിവേശ യത് ആത്മജം. ഇതി ഇപ്രകാരം പ്രണയബദ്ധാഭിഃ സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടിരുന്ന ഗോപീഭി ഗോപികകളാൽ കൃതരക്ഷണക സംരക്ഷണം ചെയ്യപ്പെട്ടവനായ, അതായത് കവചസ്തോത്രങ്ങളൊക്കെ ജപിച്ച് ഭഗവാനെ സംരക്ഷിച്ച ആത്മജം പുത്രനെ മാതാ അമ്മ യശോദ എടുത്തു. സ്തനത്തെ പായയിത്വ കുടിപ്പിച്ചു, പാല് കുടിപ്പിച്ചു. ഇതുവരെ യശോദ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. ഗോപികമാരാണ് ഭഗവാന്റെ നാമങ്ങൾ കൊണ്ട് ഭഗവാനെ രക്ഷാ കവച മന്ത്രങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ യശോദ എന്ത് ചെയ്തു? കുഞ്ഞിനെ വാങ്ങി മുലപ്പാൽ കൊടുത്തിട്ട് കുഞ്ഞിനെ തലോടി കിടത്തി. പായയിത്വ കുടിപ്പിച്ചിട്ട് സന്നിവേശയ പതുക്കെ കിടക്കയിൽ കിടത്തുന്നു. ശ്ലോകം കൂടെ വായിക്കാം. 30. ശ്രീശുകവാച ഇതേ പ്രണയബദ്ധാഭിർ ഗോപീഭിഃ കൃതരക്ഷണം പായയിത്വാ സ്തനം മാതാ സന്നിവേശയദാത്മജം. ശ്ലോകം 31. താവത് നന്ദാദയോ ഗോപാ മധുരായ വ്രജം ഗതാഃ വിലോക്യ പൂതനാദേഹം ബഭൂവുർ അതിവിസ്മിതാഃ.
താവത് നന്ദാദയഃ ഗോപാഃ മധുരായ വ്രജം ഗതാഃ വിലോക്യ പൂതനാദേഹം ബഭൂവുഃ അതിവിസ്മിതാഃ. താവത് നന്ദാദയോഃ ഗോപ മധുരായ. താവത് അപ്പോൾ നന്ദാദയഃ നന്ദൻ മുതലായ ഗോപാഹ ഗോപന്മാർ മധുരായ മധുരയിൽ നിന്ന് വ്രജം വ്രജത്തെ ഗതാഹ പ്രാപിച്ചു. അപ്പൊ ഗോപന്മാരും നന്ദഗോപരും കൂടെയാണ് മധുരയില് കംസന് കപ്പം കൊടുക്കാൻ പോയത്. ഒരു പട്ടണത്തിൽ പോവുകയാണ്. തിരിച്ചു വരുമ്പോൾ വണ്ടിയിൽ സാധനമൊക്കെ വാങ്ങിച്ച് അവരെത്തും. അങ്ങനെ ഗോപന്മാരുമായിട്ടാണ് പോയത്. അപ്പൊ അവരെല്ലാം മധുരയിൽ നിന്ന് വ്രജത്തിൽ തിരിച്ചെത്തി. പൂതനാദേഹം പൂതനയുടെ ശരീരത്തെ വിലോക്യ. അപ്പോഴാണ് അവരിവിടെ വരുന്നപ്പോഴാണ് ഇവിടെ ഒരു അത്ഭുത സംഭവം നടന്നിരിക്കുന്നത്. ആ മല പോലത്തെ ശരീരത്തെ കണ്ടിട്ട് അതിവിസ്മിതാഹ ഏറ്റവും ആശ്ചര്യമുള്ളവരായി ബഭൂവുഹു അവർ ഭവിച്ചു. അവർ പൂതനയുടെ ശരീരം കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു. ശ്ലോകം 31. താവന്നന്ദാദയോ ഗോപ മധുരായ വ്രജം ഗതാഃ വിലോക്യ പൂതനാദേഹം ബഭൂവർ അതിവിസ്മിതാഃ. ശ്ലോകം 32. നൂനം ബദർഷി സംജാതോ യോഗേശോ വാ സമാസസ സയേവ ദൃഷ്ടോ ഹ്യുത്പാദോ യദാഹ ആനകദുന്ദുഭിഃ. നൂനം ബദഃ ഋഷിഃ സംജാതഃ യോഗേശഃ വാ സമാസ സഹ ഏവ ദൃഷ്ടഃ ഹ്യുത്പാദഃ യദ ആഹ ആനക ദുന്ദുഭിഃ. സഹ അവൻ ആ വസുദേവൻ ഋഷി ഗതഃ ഋഷി എന്നാണ്. ഋഷി തപസ്യായിട്ട് ജാതനായി. അപ്പോ ആ വസുദേവനെ കുറിച്ച് പറയുകയാണ്. ആ വസുദേവർ തപസ്വിയായിട്ടാണ് സംജാതനായത്. മഹാനാണ്. അതാണ് ആ വസുദേവന്റെ ജന്മസമയത്ത് ദേവന്മാർ ദുന്ദുഭികളും ആനകങ്ങളും മുഴക്കിയത്. അങ്ങനെയാണ് ആനക ദുന്ദുഭി എന്ന് പേര് കിട്ടിയത്. യോഗേശനായിട്ടും സമാസ സംഭവിച്ചു. ന്യൂനം നിശ്ചയം. നന്ദൻ പറയാണ് അയാള് മഹാൻ തന്നെയാണ്, ഋഷി തന്നെയാണ്, യോഗേശൻ തന്നെയാണ്, നിശ്ചയം തന്നെയാണ്. ബദ ആശ്ചര്യം ഹി എന്തുകൊണ്ടെന്നാൽ സഹ ഏവ ഉത്പാദഃ ആ ദോഷലക്ഷണങ്ങൾ ദൃഷ്ടക കാണപ്പെട്ടു. നന്ദഗോപര് മധുരയിൽ ചെന്നപ്പോൾ വസുദേവരാണ് പറഞ്ഞത് പെട്ടെന്ന് തന്നെ പോണം, ഇതാ ദുർനിമിത്തങ്ങൾ കാണുന്നു, അതുകൊണ്ട് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. ആനക ദുന്ദുഭി വസുദേവൻ യാതൊന്നിനെ യാതൊന്നിനെ പറഞ്ഞുവോ അത് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് എന്ന് നന്ദഗോപർ ചിന്തിക്കുകയാണ്. ശ്ലോകം 32. നൂനം ബദർഷി സംജാതോ യോഗേശോ വാ സമാസസഃ സയേവ ദൃഷ്ടോ ഹി ഉത്പാദോ യദാഹ ആനകദുന്ദുഭിഃ. അടുത്തത് ശ്ലോകം 33. കളേവരം പരശുഭിശ്ചിത്വാ തത്തേ വ്രജൗകസഃ ദൂരേ ക്ഷിപ്ത്വാ അവയവശോ നൃദഹൻ കാഷ്ഠ അധിഷ്ഠിതം. പദച്ഛേദം. കളേവരം പരശുഭിഃ ചിത്വാ തത്തേ വ്രജൗകസഃ ദൂരേ ക്ഷിപ്ത്വാ അവയവശഃ ന്യദഹൻ കാഷ്ഠധിഷ്ഠിതം തേ വ്രജൗകസഃ ആ വ്രജവാസികൾ ഗോകുലവാസികൾ തത് കളേവരം ആ പൂതനയുടെ ദേഹത്തെ എന്ത് ചെയ്തു? അവയവശഃ
അവയവമായിട്ട് പരശു കൊണ്ട് കോടാലി കൊണ്ട് ചിത്വ മുറിച്ചു. അപ്പൊ വലിയ ശരീരമാണ്, എടുത്തോണ്ട് പോകാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്തു? പല കഷ്ണങ്ങളായിട്ട് മുറിച്ചു. ദൂരത്തിൽ ശുത്വ, ദൂരത്തിൽ കൊണ്ടു ചെന്നിട്ട് കാഷ്ഠധിഷ്ഠിതം വിറക് കൊണ്ട് മൂടി ദഹിപ്പിച്ചു. അപ്പം വളരെ ദൂരത്തിൽ കൊണ്ടുപോയി. കാരണം ഇതിൽ നിന്ന് ദുർഗന്ധം വമിക്കുമോ എന്ന് ഭയന്ന് വളരെ ദൂരത്തിൽ കൊണ്ടുപോയി വിറകിട്ട് മൂടി ദഹിപ്പിച്ചു. 33 കളേവരം പരശുഭിശ്ചിത്വ തത്തേ വ്രജൗകസഹ ദൂരേ ക്ഷുത്വ അവയവശോ ന്യദഹൻ കാഷ്ഠധിഷ്ഠിതം. ശ്ലോകം 34. ദഹ്യമാനസ്യ ദേഹസ്യ ധൂമച്ചാഗരു സൗരഭഃ ഉത്ഥിത കൃഷ്ണനിർഭുക്ത സപദ്യാഹത പാപ്മനഃ. ദഹ്യമാനസ്യ ദേഹസ്യ ധൂമ ച അഗരു ധൂമഃ ച അഗരു സൗരഭഃ ഉത്ഥിതഃ കൃഷ്ണ നിർഭുക്ത സപദ്യാഹത പാപ്മനഃ. സപദ്യാഹത പാപ്മനഃ. കൃഷ്ണ നിർഭുക്ത സപദ്യാഹത പാപ്മനഃ. കൃഷ്ണനാൽ പൂജിക്കപ്പെട്ടതും ക്ഷണത്തിൽ പാപം നശിച്ചതും ദഹ്യമാനസ്യ ദഹിക്കപ്പെട്ടതുമായ ദേഹസ്യ ദേഹത്തിന്റെ ധൂമഃ പുക അഗരു സൗരഭ അഗരു പോലെ വാസനയുള്ളതായി ഉത്ഥിത പൊങ്ങി. അപ്പോൾ ഇവർക്കെല്ലാം വീണ്ടും ആശ്ചര്യം വന്നു. കാരണം എന്താണ്? പൂതനെ ദഹിപ്പിച്ചപ്പോൾ അവിടെ നിന്ന് വന്ന ആ ഗന്ധം എന്ന് പറയുന്നത് അഗരു, അതായത് സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കുമ്പോഴുണ്ടാകുന്ന മണമാണ് ഉണ്ടായത്. അപ്പോൾ അതിന് കാരണം എന്തായിരിക്കും? അപ്പൊ പൂതന എന്ന് പറഞ്ഞാൽ, പൂതം എന്ന് പറഞ്ഞാൽ ശുദ്ധി, പൂതന എന്ന് പറഞ്ഞാൽ ശുദ്ധിയില്ലാത്തവൾ. അപ്പോൾ ശുദ്ധിയില്ലാത്തവളായ പൂതനയെ ഭഗവാന്റെ സ്പർശനം കൊണ്ട്, ഭഗവാൻ അവളിൽ നിന്ന് പാല് കുടിച്ചു, ഭഗവാൻ സ്പർശിച്ചു, ഭഗവാന്റെ സ്പർശനം കൊണ്ട് ആ പൂതന പൂതമായി. പൂതമല്ല പൂതം, അതായത് ശുദ്ധമായി. അപ്പൊ ആ ശുദ്ധമായ ശരീരം അതുകൊണ്ടാണ്, അത് കത്തിച്ചത് കൊണ്ടാണ് അഗരുവിന്റെയും സുഗന്ധദ്രവ്യങ്ങളുടെയും മണമുണ്ടായത്. ഭഗവാന്റെ കരസ്പർശം ഏറ്റപ്പോൾ ദുഷ്ടയായ പൂതന എന്ത് ചെയ്തു? പാപരഹിതയായി, പരിശുദ്ധയായി ഭവിച്ചു. അപ്പോൾ ഇതെല്ലാവർക്കും അത് ആശ്ചര്യം തോന്നി. ഇതെന്താണ് സംഭവം? ശ്ലോകം 34. ദഹ്യമാനസ്യ ദേഹസ്യ ധൂമശ്ചാഗരു സൗരഭഃ ഉത്ഥിത കൃഷ്ണ നിർഭുക്ത സപദ്യാഹത പാപ്മനഃ. ശ്ലോകം 35. പൂതന ലോകബാലഗ്നി രാക്ഷസീ രുധിരാശന ജിഘാംസയാപി ഹരേ സ്തനം ദത്വാപ സദ്ഗതിം. പൂതന ലോക ബാലഗ്നി രാക്ഷസി രുധിരാശന ജിഘാംസയാപി ഹരയെ സ്തനം ദത്വാ ആപ സദ്ഗതിം. ലോക ബാലഗ്നി ലോകത്തിലുള്ള കുട്ടികളെ കൊല്ലുന്നവളും രുധിരാശന രക്തം കുടിക്കുന്നവളുമായ പൂതന രാക്ഷസി, പൂതന എന്ന രാക്ഷസി ജിഘാംസയ അപി കൊല്ലാനുള്ള ആശ കൊണ്ടെങ്കിലും, ഭഗവാനെ കൊല്ലാനാണെങ്കിലും ഹരയെ ഹരിക്കായിക്കൊണ്ട് സ്തനം പാല് തത്വ കൊടുത്തിട്ട് സദ്ഗതിയും സദ്ഗതിയെ ആപ പ്രാപിച്ചു. അപ്പോൾ അവിടെ പൂതന ദുഷ്ടയാണ്, കൊല്ലാൻ വേണ്ടി വന്നതാണ്. എങ്കിലും ഭഗവാന് പാല് കൊടുക്കാനുള്ള ആ ഭാഗ്യം പൂതനയ്ക്ക് ലഭിച്ചു. കാരണം പൂതന കഴിഞ്ഞ ജന്മത്തിൽ മഹാബലിയുടെ മകളായ രത്നമാലയായിരുന്നു. ആ ജന്മത്തിൽ പൂതനയ്ക്ക് ഭഗവാനെ മുലപ്പാൽ ഊട്ടണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ജന്മത്തിൽ ഭഗവാൻ അത് സാധിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാം ഭവ പ്രേരണ യൈവ ഭൂമൻ എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ?
എല്ലാം ഭഗവാന്റെ പ്രേരണ മൂലമാണ് ഇവിടെ ലോകത്തിലുള്ള എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ പൂതനയ്ക്ക് ഇവിടെ സദ്ഗതി കിട്ടി. കാരണം എന്താണ്? ഭഗവാൻ പാല് കുടിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ശരീരസ്പർശം ഏറ്റതുകൊണ്ടാണ് പൂതന ശുദ്ധമായത്. അപ്പൊ അവൾക്ക് എന്ത് ചെയ്തു? മോക്ഷം കിട്ടി. ഭഗവാന്റെ സ്പർശനം കൊണ്ട് പരിശുദ്ധ അല്ലാത്ത പൂതന പരിശുദ്ധയായി, അവൾക്ക് മോക്ഷവും കിട്ടി. നാശരഹിതമായ സ്ഥാനം അവൾക്ക് ലഭിച്ചു. പൂതനാലോകബാലഗ്നി രാക്ഷസീരുതിരാശന ജിഗാംസയാഭിഹരേ സ്തനം ദത്വാപസദ്യതിം. ശ്ലോകം 36. കിം പുനഃശ്രദ്ധയാ ഭക്ത്യാ കൃഷ്ണായ പരമാത്മനെ യച്ഛൻ പ്രിയതമം കിം നു രക്താസ്തന്മാതരോ യഥാം. പദച്ഛേദം. കിം പുനഃ ശ്രദ്ധയാ ഭക്ത്യാ കൃഷ്ണായ പരമാത്മനെ യച്ഛൻ പ്രിയതമം കിം നു രക്താഹ തന്മാതരഃ യഥാ. ശ്രദ്ധായ ശ്രദ്ധയോടും ഭക്തിയോടും പരമാത്മനെ പരമാത്മാവായിരിക്കുന്ന കൃഷ്ണനായിക്കൊണ്ട് രക്താഹ, ഇവിടെ രക്താഹ എന്ന് വെച്ചാൽ സ്നേഹമുള്ളവരായ തന്മാതരഃ യഥാ, അവന്റെ അമ്മമാരെ പോലെ പ്രിയതമം ഏറ്റവും പ്രിയപ്പെട്ടതിനെ യച്ഛൻ നൽകുന്നവൻ കിംനു എന്തിനെ പ്രാപിക്കും എന്ന് കിം പുനഃ പിന്നെ പറയണമോ? അപ്പോൾ കൃഷ്ണനായിക്കൊണ്ട് അമ്മമാരെ പോലെ മുലയൂട്ടിയവളാണ് പൂതന, അല്ലേ? അപ്പൊ അമ്മയുടെ സ്ഥാനമാണ് പൂതനയ്ക്ക് കിട്ടിയത്. ആ ഭഗവാനായ കൃഷ്ണനെ പാലൂട്ടാനുള്ള ഭാഗ്യം പൂതനയ്ക്ക് കിട്ടി. ഈ കാളകൂട വിഷം കൊണ്ട് ആണ് വന്നിരുന്നെങ്കിലും ഭഗവാൻ അവളുടെ പ്രാണനും വലിച്ചെടുത്തപ്പോൾ അവൾക്ക് ആ മോക്ഷഗതിയാണ് കിട്ടിയത്. അപ്പോൾ അമ്മയുടെ സ്ഥാനമാണ്. അമ്മമാരെ പോലെ നല്ല ചിന്ത കൊണ്ടല്ല വന്നിരുന്നെങ്കിലും, ദുർബുദ്ധി ആണെങ്കിലും അമ്മമാരെ പോലെ മുലയൂട്ടിയത് കൊണ്ട് അവൾക്ക് സദ്ഗതി ലഭിച്ചു. അപ്പൊ അങ്ങനെ പൂതനയ്ക്ക് ഇത്രയും സദ്ഗതി ലഭിക്കുമെങ്കിൽ പിന്നെ ഗോപികമാരുടെ കാര്യം പറയണോ എന്ന് ചോദിക്കുകയാണ്. കിം പുന ശ്രദ്ധയാ ഭക്ത്യാ കൃഷ്ണായ പരമാത്മനെ യച്ഛൻ പ്രിയതമം കിം നു രക്താസ്തന്മാതരായതാം. ശ്ലോകം 37. പദ്ഭ്യാം ഭക്തഹൃദിസ്ഥാഭ്യാം വന്ദ്യാഭ്യാം ലോകവന്ദിതൈഃ അംഗം യസ്യ സമാക്രമ്യ ഭഗവാൻ അഭിപത്സ്തനം. പദ്ഭ്യാം ഭക്തഹൃദിസ്ഥാഭ്യാം വന്ദാഭ്യാം ലോകവന്ദിതൈഃ അംഗം യസ്യാഹ സമാക്രമ്യ ഭഗവാൻ അഭിപത്സ്തനം. ലോകവന്ദിതൈഃ ലോകത്തിൽ വന്ദിക്കപ്പെടുന്നവരാൽ, വന്ദ്യാഭ്യാം വന്ദിക്കപ്പെടാൻ യോഗ്യങ്ങളും, ഭക്തഹൃദിസ്ഥാഭ്യാം ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നവയുമായ, പദ്ഭ്യാം പദങ്ങളാൽ, യസ്യ യാതൊരുത്തിയുടെ അംഗം ദേഹത്തെ സമാക്രമ്യ ആക്രമിച്ചിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്ഥാനത്തെ അഭിപത് പാനം ചെയ്തു. അപ്പോ യോഗീശ്വരന്മാർ പോലും ഹൃദയത്തിൽ വെച്ച് പൂജിക്കുന്ന ആ ഭഗവാന്റെ പാദം അവളുടെ ആ സ്ഥാനത്തിൽ സ്പർശിച്ചു, അല്ലെങ്കിൽ ദേഹത്തിൽ സ്പർശിച്ചു. സ്ഥാനത്തെ ഭഗവാൻ പാനം ചെയ്തു. ഇതിലപ്പുറം ഭാഗ്യമുണ്ടാകണോ? യോഗീന്ദ്രന്മാർ പോലും ആ യോഗത്തിലാണ്, യോഗാവസ്ഥയിലാണ് ഭഗവാന്റെ ആ പാദപത്മങ്ങളെ ദർശിക്കുന്നത്. യോഗീന്ദ്രാണാം തദംഗേഷ് അധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷ ദ്വിതരുകിസലയം
നാഥതേ പാദമൂലം. ആ പാദമൂലം അതാണ് ഇവളുടെ ശരീരത്തിൽ സ്പർശിച്ചത്. തഭ്യാം ഭക്തഹൃദിസ്ഥാഭ്യാം നന്ദ്യാഭ്യാം ലോകവന്ദിതൈഃ അംഗം യസ്യാ സമാക്രമ്യ ഭഗവാൻ അഭിപത്സ്തനം. ശ്ലോകം 38. യാതുധാന്യഭിസാ സ്വർഗം അവാപജനനീ ഗതിം കൃഷ്ണഭുക്ത സ്തനക്ഷീര കിമുഗാവോചു മാതരഃ. യാതുധാന്യഭി യാതുധാനി അഭി, അതാണ് യാതുധാന്യഭി. സാ സ്വർഗം അവാപ ജനനീം ഗതിം കൃഷ്ണഭുക്ത സ്തനക്ഷീരാഃ കിമു ഗാവഃ നു മാതരഃ. സാ യാതുധാനി അഭി, ആ രാക്ഷസിയും ജനനീം ഗതിയും അമ്മമാരുടെ സ്ഥാനമായ സ്വർഗത്തെ അവാപ പ്രാപിച്ചു. ഭഗവാന്റെ അമ്മമാർക്ക് സ്വർഗം കിട്ടിയതുപോലെ ഈ പാപിയായ രാക്ഷസിക്കും ഭഗവാന് പാല് കൊടുക്കാൻ ഭാഗ്യം കിട്ടിയതുകൊണ്ട് അവർക്കും സ്വർഗം തന്നെ കിട്ടി. കൃഷ്ണഭക്ത സ്തനക്ഷീര, കൃഷ്ണനാൽ അനുഭവിക്കപ്പെട്ട സ്തനങ്ങളോടും പാലോടും കൂടിയവരായ മാതരക, അമ്മമാരും ഗാവക, പശുക്കളും കിമു, പിന്നെ പറയണമോ. അപ്പൊ ഇവിടെ ഗോകുലത്തിലാണെങ്കിൽ കൃഷ്ണന് എത്രയോ ഗോപികമാര് പാല് കൊടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ അങ്ങനെയാണ്, ഏത് അമ്മമാര് വന്നാലും കുഞ്ഞുങ്ങളെ കണ്ടാൽ പാല് കൊടുക്കും. ഇപ്പോഴുള്ള അമ്മമാര് സമ്മതിക്കുമോ? അപ്പൊ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ ഈ പാപിയായ പൂതനയ്ക്ക് പോലും മോക്ഷം കിട്ടിയെങ്കിൽ പിന്നെ ആ കണ്ണന് പാല് കൊടുത്തിട്ടുള്ള, ആ കണ്ണനെ സ്നേഹിച്ച ഗോപികമാരുടെ കാര്യം പറയണമോ? അതുപോലെ പശുക്കുട്ടികളും അതുപോലെ തന്നെ ഭഗവാൻ പശുക്കുട്ടികളുടെ അകട്ടിൽ ചെന്ന് നിന്ന് തന്നെ പാല് കുടിക്കും. അപ്പൊ ആ പശുക്കളുടെ ഭാഗ്യം പിന്നെ പ്രത്യേകിച്ച് പറയണമോ എന്ന് ചോദിക്കുകയാണ്. ശ്ലോകം 38 ഒന്നുകൂടെ. യാതുധാന്യഭിസാ സ്വർഗം അപാപജനനീം ഗതിം കൃഷ്ണഭുക്തസ്തന ക്ഷീര കിമുഗാവോന്യു മാതരാം. ശ്ലോകം 39 40 ഒന്നിച്ച് പറയാം. പയാംസി യാസാമഭിവത് പുത്രസ്നേഹസ്നുധാന്യലം ഭഗവാൻ ദേവകീ പുത്ര കൈവല്യാദ്യഖിലപ്രദ താസാമവിരതം കൃഷ്ണേ കുർവദീനാം സുതേക്ഷണം സ പുനഃ കൽപ്പതേ രാജൻ സംസാരോ അജ്ഞാന സംഭവഃ. പയാംസി യാസാം അപിപത് പുത്രസ്നേഹ സ്നുതാനി അലം ഭഗവാൻ ദേവകീപുത്രഃ കൈവല്യാദ്യ അഖിലപ്രദഃ താസാം അവിരതം കൃഷ്ണേ കുർവദീനാം സുതേക്ഷണം ന പുനഃ കൽപ്പതേ രാജൻ സംസാരഃ അജ്ഞാന സംഭവഃ. കൈവല്യാദ്യ അഖിലപ്രദഃ, കൈവല്യ മോക്ഷം മുതലായ സർവപുരുഷാർത്ഥത്തെയും കൊടുക്കുന്ന ഭഗവാൻ ദേവകീപുത്രനായ കൃഷ്ണൻ യാസാം യാതൊരുത്തരുടെ പുത്രസ്നേഹസ്നുതാനി, പുത്രസ്നേഹം കൊണ്ട് പ്രവഹിക്കുന്നതായ പയാംസി പാലുകളെ അഭിപത് കുടിച്ചുവോ. കൃഷ്ണൻ ആരുടെയൊക്കെ പാലുകൾ കുടിച്ചുവോ? കൃഷ്ണനിൽ അവിരതം എപ്പോഴും സുതേക്ഷണം പുത്രഭാവത്തെ കുർവദീന ചെയ്യുന്നവരായ താസാം അവർക്ക് രാജൻ, ഹേ രാജാവേ, അജ്ഞാന സംഭവ അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന സംസാരക പുനർജന്മം ന പുനഃ കൽപ്പത ഇനി ഉണ്ടാവുകയില്ല. അപ്പൊ ദുഷ്ടയായ പൂതനയ്ക്ക് പോലും മോക്ഷം കിട്ടിയെങ്കിൽ പിന്നെ പാല് കൊടുത്ത ഗോപികമാർക്ക് പിന്നെ മോക്ഷം കിട്ടാതിരിക്കുവോ? അവർക്ക് പിന്നീട് ജനനമേ ഇല്ല. ജനനം ഇല്ലാത്ത അവസ്ഥ ആ ഗോപികൾക്ക് ഉണ്ടായി. അപ്പൊ പുത്രസ്നേഹം കൊണ്ട് അവരുടെ അജ്ഞാനമെല്ലാം നശിച്ചു. അപ്പൊ അതുകൊണ്ട് അവർക്ക് സംസാര ബന്ധം ഇല്ലാതാകുന്നു. ശ്ലോകം 39 40. പയാംസി യാസാം അഭിവത് പുത്ര സ്നേഹസ്നുദാനി അലം
ഭഗവാൻ ദേവകീ പുത്ര കൈവല്യാദ്യഖിലപ്രദഃ താസാമവിരതം കൃഷ്ണേ കുർവതീനാം സുദേക്ഷണം ന പുനഃ കൽപ്പതേ രാജൻ സംസാരോ അജ്ഞാന സംഭവാകാം. ശ്ലോകം 41. കടധൂമസ്യ സൗരഭ്യം അവക്രായ വ്രജൗകസഃ കിമിദം കുതയേ വേദി വദന്തോ വ്രജമായയുഃ. ഖടധൂമസ്യ സൗരഭ്യം അവക്രായ വ്രജൗകസഃ കിം ഇദം കുതഃ ഏവ ഇതി വദന്തഃ വ്രജം ആയയുഃ. കടധൂമസ്യ ചിതാധൂമത്തിന്റെ സൗരഭ്യ വാസനയെ അവക്രായ വാസനിച്ചിട്ട്, അതായത് പൂതനയുടെ ശരീരം കത്തിയപ്പോൾ ഉണ്ടായ വാസനയെ വാസനിച്ചിട്ട് വ്രജൗകസ വ്രജവാസികൾ ഇതം കിം ഇതെന്താണ്, കുതഃ ഇത് എവിടെ നിന്ന് വരുന്നു, ഇതി വദന്ത എന്ന് പറഞ്ഞുകൊണ്ട് വ്രജ ഗോകുലത്തെ ആയയോ പ്രാപിച്ചു. അപ്പൊ പൂതനയുടെ ശരീരം ദഹിപ്പിച്ചപ്പോൾ വ്രജവാസികൾ വിചാരിച്ചു ദുർഗന്ധമായിരിക്കും അതിൽ നിന്ന് വരുന്നതെന്ന് എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു, അതിനെ ദൂരെ കൊണ്ടുവച്ചാണ് ദഹിപ്പിച്ചത്. പക്ഷേ അപ്പോൾ അവിടെ മുഴുവനും സുഗന്ധപൂരിതമായി. അപ്പൊ അവര് ചോദിച്ചു ഇതെന്താണ്, ഇത് എവിടെ നിന്ന് വരുന്നു. അവർക്കിതൊന്നും മനസ്സിലായില്ല. അവരങ്ങോട്ട് എന്നിട്ട് വ്രജത്തിലേക്ക് പോവുകയും ചെയ്തു. ശ്ലോകം 41. കടധൂമസ്യ സൗരഭ്യം അവക്രായ വ്രജൗകസഃ കിമിദം കുതയേ വേദി വദന്തോ വ്രജം ആയയുഃ. ശ്ലോകം 42. തേ തത്ര വർണ്ണിതം ഗോപൈ പൂതനാഗമനാദികം ശുദ്ധ്വാ തന്നിധനം സ്വസ്തി ശിശോചാസൻ സുവിസ്മിതാഃ. തേ തത്ര വർണ്ണിതം ഗോപൈഃ പൂതന ആഗമന ആദികം ശുദ്ധ്വാ തന്നിധനം സ്വസ്തി ശിശോഃ ച ആസൻ സുവിസ്മിതാഃ. തേ അവർ ഗോപൈഹി ഗോപന്മാരാൽ തത്ര അവിടെ പൂതന ആഗമനാദികം പൂതന വന്നതിനെയും മറ്റും വർണ്ണിതം വർണ്ണിക്കപ്പെട്ടതിനെയും തന്നിധനം അവളുടെ മരണത്തെയും ശിശോഹോ കുട്ടിയുടെ സ്വസ്തിച്ച ക്ഷേമത്തെയും കേട്ടിട്ട് സുവിസ്മിത ഏറ്റവും ആശ്ചര്യമുള്ളവരായിട്ട് ഭവിച്ചു. അതായത് നന്ദഗോപരും ഗോപന്മാരും മധുരയിൽ നിന്ന് വന്നു. ഇവിടെ എന്താണ്, അവര് വന്നപ്പോൾ പൂതന ചത്തുമലച്ച് കിടക്കുന്നതാണ് കണ്ടത്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നവര് ചോദിച്ചപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം അവരോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അവർക്ക് ആശ്ചര്യമുണ്ടായി. ശ്ലോകം 42. തേ തത്ര വർണ്ണിതം ഗോപൈ പൂതനാഗമനാദികം ശ്രുത്വാ തന്നിധനം സ്വസ്തി ശിശോചാസൻ സുവിസ്മിതാഃ. ശ്ലോകം 43. നന്ദസ്വപുത്രമാദായ പ്രോഷ്യാഗത ഉദാരധീഃ മൂർത്യനുപാഘ്രായ പരമാം മുദം ലേഭേ കുരുദ്വഹാം. നന്ദഃ സ്വപുത്രം ആദായ പ്രോക്ഷ്യ ആഗത ഉദാരധീഃ മൂർധന്യ ഉപാഘ്രായ പരമാം മുദം ലേഭേ കുരുദ്വഹ. പ്രോക്ഷ്യ ഗൃഹം വിട്ട് പുറമേ പോയി, ആഗത വന്നവനും, ഉദാരധീഹി ഉദാരചിത്തനുമായ നന്ദൻ സ്വപുത്രം തന്റെ പുത്രനെ ആദായ എടുത്ത് മൂർധനി ശിരസിൽ ഉപാഘ്രായ ചുംബനം ചെയ്തിട്ട് കുരുദ്വഹ കുരുശ്രേഷ്ഠ പരമാമുദം ഉത്കൃഷ്ടമായ സന്തോഷത്തെ ലേഭേ പ്രാപിച്ചു. അപ്പോ ഇതൊക്കെ കേട്ട് നന്ദൻ വാത്സല്യ ആദിക്യ നിമിത്തം എന്ത് ചെയ്തു, പുത്രനെ എടുത്ത് ശിരസിൽ ചുംബിച്ചു. എന്നിട്ട് ഉത്കൃഷ്ടമായ സന്തോഷത്തെ പ്രാപിക്കുകയും ചെയ്തു. ശ്ലോകം 43. നന്ദസ്വപുത്രമാദായ പ്രോക്ഷ്യാഗത ഉദാരധീഃ മൂർധന്യുപാഘ്രായ പരമാം മുദം ലേഭേ കുരുദ്വഹാം. കുരുദ്വഹ കുരുശ്രേഷ്ഠ, അതായത് പരീക്ഷത്തിനെ വിളിക്കുകയാണ്. ശ്ലോകം 44.
ഏതത്പൂതനാമോക്ഷം കൃഷ്ണസ്യാർഭകമദ്ഭുതം ശൃണുയാത് ശ്രദ്ധയാ മർത്യോ ഗോവിന്ദേ ലഭതേ രതിം. യഹ ഏതത് പൂതനാമോക്ഷം കൃഷ്ണസ്യ അർഭകം അദ്ഭുതം ശൃണുയാത് ശ്രദ്ധയാ മർത്യഃ ഗോവിന്ദേ ലഭതേ രതിം. അപ്പോൾ ഇനി ഇതിന്റെ ഫലശ്രുതി പറയുകയാണ്. ഈ പൂതനാമോക്ഷം വായിച്ചാൽ എന്ത് ഫലമാണുള്ളത്? യഹ യാതൊരുത്തൻ കൃഷ്ണന്റെ അർഭകം ബാലചരിതവും അത്ഭുതം ആശ്ചര്യഹേതുവുമായിരിക്കുന്ന ഏതത് പൂതനാമോക്ഷം, ഈ പൂതനാമോക്ഷത്തെ ശ്രദ്ധയോടുകൂടി ശൃണുയാ കേൾക്കുകയോ, ആര് കേൾക്കുമോ സഹമർത്യ ആ മനുഷ്യൻ ഗോവിന്ദനിൽ രതി ഭക്തിയെ ലഭത്തെ പ്രാപിക്കുന്നു. അപ്പൊ ഈ പൂതനാമോക്ഷം വളരെ ശ്രദ്ധയോട് കേൾക്കുന്നവൻ ഗോവിന്ദനിൽ ഭഗവാനിൽ ഭക്തി ഉണ്ടാകും. ഭഗവാന്റെ ഒരു അത്ഭുത ലീലയാണ് ഇത്. അപ്പോ ഈ ലീല കൊണ്ട് ഭഗവാന്റെ മാഹാത്മ്യം വെളിപ്പെടുകയാണ്. അപ്പോൾ അവർക്ക് ആർക്കും അറിഞ്ഞൂടാ ഇത് ഭഗവാനാണെന്ന്, ഒരു കുട്ടിയാണെന്നേ അറിയാവൂ. ആ ഭൂത പ്രേത പിശാചാദികളുടെ ബാധ ഉണ്ടാകാൻ അതുകൊണ്ടാണ് ആ ഭഗവാന്റെ നാമങ്ങൾ കൊണ്ട് തന്നെ അവർ കവച സ്തോത്രം സ്തുതിച്ചത്. അപ്പോൾ ഈ പൂതനാമോക്ഷത്തെ അതുപോലെ തന്നെ ഭഗവാന്റെ ബാലചരിതത്തെയും ശ്രദ്ധയോടെ വായിക്കുന്നവന് ഭഗവാന്റെ പാദങ്ങളിൽ അഗാധമായ ഭക്തി ഉണ്ടാകും. അപ്പോ ഭഗവാൻ ഇവിടെ എന്താണ് ചെയ്തത്? ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം, അതായത് ഈ പൂതന എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം അല്ലെങ്കിൽ ദുഷ്വാസനകളാണ്, ദുഷ്ചിന്തകളാണ്. അപ്പൊ ഈ അസുര വാസനകളെല്ലാം നമ്മുടെ മനസ്സിൽ കടക്കുമ്പോൾ, ഭഗവാന്റെ സ്പർശമുണ്ടാകുമ്പോൾ ഈ ദുഷ്ടവാസനകളെല്ലാം പോയി പരിശുദ്ധമാകുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് പൂതന. പരിശുദ്ധിയില്ലാത്ത പൂതന എന്ത് ചെയ്തു? അവസാനം പൂതമായി, അതായത് പരിശുദ്ധയായി. അതുകൊണ്ടൊക്കെയാണ് അവർക്ക് മോക്ഷം കിട്ടിയത്. അപ്പൊ ഭഗവാനിലേക്ക് തിരിയുന്ന മനസ്സ് പൂതമായിരിക്കും, ശുദ്ധമായിരിക്കും. ഭഗവാനിലേക്ക് തിരിയാത്ത മനസ്സോ പൂതനയായിരിക്കും. ഇപ്പൊ പൂർവ്വജന്മത്തിൽ മഹാബലിയുടെ മകളായ രത്നമാലയായിരുന്നു ഈ പൂതന. അപ്പോൾ അവൾ ഭഗവാനെ മുലയൂട്ടാൻ ആഗ്രഹിച്ചിരുന്നു. ഭഗവാൻ ഈ ജന്മത്തിൽ അവർക്ക് സാധിച്ചു കൊടുത്തിരുന്നു. അപ്പൊ ഭഗവാനെ അവൾ ദുശ്ചിന്തയോടെ കൂടിയാണ് അടുത്തുവെങ്കിലും മാതൃഭാവത്തിൽ മുലപ്പാൽ ഊട്ടിയതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? അവർക്ക് മോക്ഷം കൊടുത്തു. അതാണ് എത്ര ദുഷ്ടചിന്തന ഉണ്ടായിരുന്നാലും ഭഗവാനോട് അടുക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ദുഷ്ടചിന്തകളെല്ലാം നീക്കി നമ്മളെ ഉയർത്തുന്നു, മോക്ഷത്തിലേക്ക് നയിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? എപ്പോഴും ആ ഭഗവാന്റെ ചിന്തനം ഉണ്ടായിരിക്കണം. നമ്മുടെ പാപങ്ങളൊക്കെ ഇല്ലാതാകണമെങ്കിൽ ഭഗവത് ചിന്ത നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. നിത്യം നമിക്കുക, നിത്യം സ്തുതിക്കുക, നിത്യം സ്മരിക്കുക കൃഷ്ണപാദാംബുജം. നമ്മൾ നിത്യം ഭജിക്കുകയും സ്തുതിക്കുകയും സ്മരിക്കുകയും ചെയ്യുക. അതിനെ ആ കൃഷ്ണപാദാംബുജം, ആ പാദാംബുജം സ്മരിച്ചാൽ മാത്രമേ നമുക്ക് ആ മോക്ഷഗതി കിട്ടുകയുള്ളൂ. ഭക്തി ഉണ്ടായാൽ മാത്രമേ ആ ഹൃദയശുദ്ധി ഉണ്ടാവുകയുള്ളൂ. ഹൃദയശുദ്ധി ഉണ്ടായിരുന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ദോഷങ്ങൾ ഇല്ലാതായി നമുക്ക് സ്വസ്വരൂപത്തെ, നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് മോക്ഷഗതിയും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം, നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാക്കണം, നിത്യനായ ചിത്പ്രകാശ രൂപനെ വണങ്ങണം, കൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആപദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ,
ആ പദാബ്ജം തന്നില സദാ നമിച്ചിടുന്നു ഞാൻ. ആ പദാബ്ജം തന്നില സദാ നമിച്ചിടുന്നു ഞാൻ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.